ഡി നീ കൊള്ളാടി നിനക്ക് ഇരിക്കട്ടൊരു മുത്ത് അല്ല ശരിക്കും ലവിയാണോ ഞാൻ അങ്ങനെ കാണിച്ചില്ലേ ഞാനിങ്ങനെ അല്ല അതോർത്തിട്ട് എനിക്കിരുന്ന് അടുത്ത കരച്ചില്. നമ്മൾ കുറച്ചുകൂടെ മൂത്തതിന് ശേഷം വീണ്ടും ഒന്ന് പ്രേമിക്ക് പറയാം പഴയതിൽ പറ്റിയത് നമുക്ക് ഇതിനകത്ത് അതൊക്കെ എന്നിട്ടും പറ്റില്ല. മാത്രം ഒരു മാറ്റവും ഇല്ല. നമ്മള് കുഞ്ഞായിരിക്കുമ്പോ കുറച്ച് കളികളൊക്കെ കളിക്കില്ല, കണ്ണാടി നോക്കി സംസാരിക്കുക, ഇന്റർവ്യൂ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സംഭവങ്ങളൊക്കെ ചിലപ്പോ ഞാൻ എന്റെ മീ ടൈം ഞാൻ മറ്റേ ലിറ്ററലി സിനിമ കാണുന്ന പോലെ തുള്ളിച്ചാടുന്ന ആളാ. നല്ല പാട്ടാണ്, കേട്ടിട്ടില്ല. എങ്കും മോളിക്കതാ മീനാക്ഷി ആരും വരെ കണ്ടിട്ടില്ല. ഒറിജിനൽ മീനാക്ഷി ആരാ 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 ആരാ? അത് വലിയ ചോദ്യമല്ലേ. ബേസിക് സ്വഭാവം എന്താന്നുള്ളത് ഞാൻ ഉടമണത്തിലൂടെ കാണിച്ചിട്ടില്ല. അതല്ല എന്റെ സ്വഭാവം, അതല്ല ഞാൻ. അതെ അതല്ല ഞാൻ. എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. 6 പാക്ക് ഉള്ള ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്ന ഉത്തരവ് എന്ന് പറയുന്നത് അങ്ങനെ കാണുന്നില്ല, അയാൾക്കൊരു വ്യക്തിത്വം ഉണ്ടാവണം, അതിനകത്തൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി, ഇത് കൊള്ളാലോ, സംഗതി കൊള്ളാലോ, നമുക്ക് പിടിക്കാവുന്നതാണല്ലോ. അപ്പോൾ പക്ഷെ ഉള്ളിലൊരു റിബൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലോണം ഉണ്ട്. സൈസ് ചെറുതാണെന്ന് ആദ്യ കാലഘട്ടം മുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് മീനാക്ഷി ഗുണകരമായിട്ടുണ്ടാവും. ഒരു കൊച്ചാള് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു മീനാക്ഷിയും ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ടോപ്പിക് ആവാം, പക്ഷെ എന്നാലും അത് അഭിപ്രായ വ്യത്യാസങ്ങളാണെന്ന് പരസ്പര ബഹുമാനത്തോടു കൂടി മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഞാൻ എൻ്റെ ഒരു 20s കഴിഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. ഞാനപ്പോൾ ആ സമയത്ത് വെച്ചാൽ എനിക്ക് ജോലിയൊക്കെ കിട്ടി, ഞാൻ ഭയങ്കര മെച്ചുവേർഡായി, ഇനി റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണ്, സ്വന്തം കാലിൽ നിന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ എൻ്റെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാ റിലേഷൻഷിപ്പിലും ഈ പറയുന്ന പോലെ ബട്ടർഫ്ലൈസ് ഒന്നും പറക്കൂല. മറ്റേ അടിവയറ്റിൽ ബട്ടർഫ്ലൈ ഒന്നുമില്ല. ബട്ടർഫ്ലൈ ഒന്നും പറക്കാത്ത റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മളിങ്ങനെ അനുധാവനത ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മലയാളം ഞാൻ കുറച്ച് പഠിക്കണം കേട്ടോ. അനുധാവന. എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ളത്. അയലുമ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും, അരയിലിരിക്കണ വാളിങ്ങിട്ടടിക്കും, ഞെക്ക കത്തന വിളക്കിങ്ങിട്ടടിക്കും, നല്ലൊരു കോയിന്റെ മുട്ടങ്ങിട്ട് എനിക്ക് ഞാൻ സുന്ദരിയാ. എനിക്കും സുന്ദരിയാ. അപ്പൊ ഞാനും നിങ്ങളെ പോലെ ഒരു ആങ്കറാണ്, അത് മറക്കണ്ട. എടാ ജനാധിപത്യം സംരക്ഷിച്ച് മുന്നോട്ട് പോടാ അറിയാം. മീനാക്ഷിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് മീനാക്ഷി. നമസ്കാരം. മീനാക്ഷി, പ്രേമലുവിന്റെ FDFS ഞാൻ കാണുന്ന സമയത്ത് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അകത്ത് കയറിയപ്പോണ്ടല്ലോ തകർത്ത് വാരി എന്ന് വെച്ചാൽ മീനാക്ഷി ഒരുപക്ഷെ മീനാക്ഷിയുടെ ക്യാരക്ടറുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് തോന്നുന്ന രീതിയിലാണ് ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഗിരീഷേടി പറഞ്ഞ് മോൾഡ് ചെയ്തതാണെന്ന് മനസ്സിലാക്കണം. അത് ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു. പിന്നെ കുറെ ഇംപ്രൂവൈസേഷൻ ഗിരീഷേന്റെ അടുത്ത്. ഗിരീഷേട്ടൻ നമ്മളെ അങ്ങനെ ലിബറേറ്റ് ആക്കി വിടും. നമ്മുടെ അടുത്ത് പറയും ഇഷ്ടം കയ്യിൽ നിന്നിട്ടോളം ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ കയ്യിൽ നിന്നിട്ട് ഓവർ ആവുകയാണെങ്കിൽ ഗിരീഷേട്ടൻ പറയും അത്രയും പോകണ്ട, കുറച്ച് പറയും. അപ്പൊ ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ കുറെ നമുക്ക് കയ്യിൽ നിന്നിടാം. ചില സമയത്ത് ചേട്ടാ ഇത് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് ചെയ്തോ അത് ചെയ്തോ എന്നൊക്കെ പറയും. ഓവറാണെങ്കിൽ പിടിക്കും. ഐശ്വര്യവിഷു പാത്തുമ്മയ്ക്ക് ശേഷം മീനാക്ഷി പ്രസന്റ് ചെയ്യുന്ന പാട്ടാണ് പാൽ മണക്കത് പഴം മണക്കത്. ചേട്ടാ സത്യത്തിലുണ്ടല്ലോ, ഞാൻ ശരിക്കും മറ്റേ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാട്ട് പാടുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഉടൻപണത്തിലൊക്കെ പണ്ട് പാടിയിട്ടുണ്ട്, മറ്റേ തങ്കം മണക്കില്ല തളയ്ക്കല്ലോ, അത് പാടി കഴിഞ്ഞിട്ട് ഒരു പാട്ടും കൂടെ പാടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏത് പാടുന്നുള്ള കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ ആദ്യം മുതലേ അതിനെ കാണിക്കുന്ന കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആളായിട്ടാണ്. എനിക്ക് അതിനകത്ത് ലൈക്ക് കുറച്ച് സീൻസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം പടത്തിന്റെ ലെങ്ത് ആയപ്പോഴത്തേക്കും കുറച്ച് പോയായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ആക്ച്വലി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആളായിട്ടാണ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെ ഒരാള് അത് പാടുമ്പോൾ, അല്ലെങ്കിൽ മറ്റേ കുറച്ച് ജിപ്സി ആയിട്ട് നടക്കുന്ന ഒരാളുടെ ചെവിയിൽ എപ്പോഴും ചിലപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്യും ഒരു ട്രാൻസ് മ്യൂസിക് ഉണ്ടാവും എന്നൊക്കെയാണല്ലോ. അപ്പം ഞാൻ ശരിക്കും മറ്റേ കൊച്ചു കള്ള പാടുന്ന ആളാണ്. അപ്പം ഞാൻ അത് പാടാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഗിരീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഗിരീഷേട്ടാ ഇത് പാടട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഗിരീഷേട്ടൻ പറഞ്ഞു അത് വേണ്ട, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. വേറൊരു പാട്ടുണ്ട് പണ്ട്, അന്ന് പാൽമണക്കത് രണ്ടാമത് ഇൻസ്റ്റഗ്രാമിലൊന്നും വൈറലായി തുടങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് ഗിരീഷേട്ടൻ പറഞ്ഞു പിന്നെ
പാൽമണക്കത് എന്ന് പറഞ്ഞൊരു പാട്ട് പണ്ട് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളത്, അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കാരണം അത് പാടിയ ലേഡിയുടെ അതേ ലുക്ക് ഉണ്ട്, കേളി ഹെയർ ഒക്കെ അതേ രീതിയിലാണല്ലോ, രണ്ടാമത് പാടിയ കോയിൽ ഹെയർ ആണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ അത് പാടാൻ നോക്കുന്ന പറഞ്ഞു. അങ്ങനെയാണ് അത് പാടുന്നത്, അതിരുന്ന് പഠിച്ച് പാടുന്നത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ആ പാട്ട്, ആ വേർഷൻ പാടിയില്ലേ സുശീല രാമൻ്റെ, ഇതിൻ്റെ അടിയിൽ പോയിട്ട് കമൻസ് നോക്കുമ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രേമലു കണ്ടിട്ട് വന്നവരുണ്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻസ് വായിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇടയ്ക്കൊരു കമൻ്റ് ഉണ്ട്, അതിനകത്ത് ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വായിക്കാം. പളനിയിൽ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, മുരുകൻ 2 ആഴ്ച സ്ഥലത്തുണ്ടാവില്ല, വേലിന് മൂർച്ചയും കൂട്ടി ഈ ആളെ തപ്പി ഇറങ്ങിയിരിക്കുകയാണെന്നാണ്. അതിലൊരു വേർഡുണ്ട്, അത് ഞാൻ കട്ട് ചെയ്താൽ വായിച്ചത്. പക്ഷേ ഈ പ്രേമലുവിന് ശേഷം ഇതിനകത്ത് പലരും റീവിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും മീനാക്ഷിയും ഇത് ഈ വേർഷനാണ് കണ്ടു പഠിച്ചതല്ലേ? ഞാൻ ഈ വേർഷനാണ് കണ്ടുപിടിച്ചത്. കാരണം ഒറിജിനൽ അതെനിക്കൊന്നും എന്തോ ഒരു ഡിവോഷണൽ സോങ് ഡിവോഷണൽ സോങ് അല്ല, ഞാൻ കേട്ടിട്ടില്ല ഒറിജിനൽ. ഞാൻ കേട്ടേക്കുന്ന ഇതാ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് മീനാക്ഷിക്ക് ഒറിജിനൽ ഞാൻ കേൾപ്പിച്ചു തരാം. അത് കേൾക്കാതെ പോകരുത്. അതിന്റെ ഒറിജിനൽ നിങ്ങൾ വിചാരിക്കുന്ന റേഞ്ച് അല്ല. ഞാൻ ഇത് തപ്പിട്ട പാൽമണക്ക് പാൽമണക്കത് തപ്പുമ്പോ സത്യത്തിൽ അത് വരും. പക്ഷേ ഇത് എനിക്ക് പോപ്പുലർ ആയി പോയതുകൊണ്ട് ഇത് കോപ്പറേറ്റ് ഉണ്ട് എങ്കിലും നമുക്ക് ഞാനൊരു ജസ്റ്റ് ഒന്ന് അത് കേൾപ്പിച്ചു തരാം. ഈ രമണിയമ്മാൾ എന്ന് പറഞ്ഞ സിംഗർ, ഭയങ്കര പാട്ടാണിത്. നല്ല പാട്ടാണ്. അപ്പൊ അതിന്റെ ഒറിജിനൽ പോയിട്ടില്ല അല്ലേ? ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇതിനകത്തു നിന്നുള്ള വേർഷനിനെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ആ കമന്റ് ബോക്സിൽ പോയിട്ട് ആ വേർഷൻ പാടിയ ആളെ ചീത്ത വിളിക്കുന്നത്. ആ പാട്ടാണ് ഇപ്പോൾ പ്രേമലുവിൽ നിങ്ങൾ ഹിറ്റാക്കി പാടുന്ന എല്ലാവരും കൈയടിക്കുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട് ഇതിന്റെ പിന്നിൽ. പ്രേമലുവില് ഈ ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ കുറെ ഇൻപുട്സ് ഇട്ടിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കൈവിട്ട് പോവും, അല്ലെങ്കിൽ ഓവറായി പോവും. ആ പാട്ട് പാടിയിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാൻ തോന്നും. ആ പാട്ടിൽ നിങ്ങളുടേതായ കുറെ ഇംപ്രൊവൈസേഷൻസ് ഉണ്ട്. അത് ഞാൻ ഇടയ്ക്കൊന്ന് ഓപ്പറ മ്യൂസിക് ഒക്കെ കേട്ടിരുന്നു. ഇടയ്ക്കത് അത് പിന്നെ ഈ പാട്ട് പാടാൻ പറയും. അപ്പൊ എവിടെയെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിക്കണമല്ലോ. അതൊക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ നിൽക്കുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നതായിരിക്കും ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ആലോചിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു സാധനം കേട്ടോ ഓക്കെ ആയിരിക്കും തോന്നുക. അങ്ങനെ ചെയ്തതാണ് ഞാൻ ഓപ്പറ മ്യൂസിക് ഇടയിൽ കയറ്റിയത്. അത് ഒന്ന് പാടുവോ? പാൽ മണക്കുത്. ഓ എനിക്കത് ഒറിജിനൽ വരുന്ന ചേട്ടാ, ഇപ്പൊ അത് കേട്ടേ. பால் மணக்குது, பழம் மணக்குது, பழனி மலையில எங்கும் முளைக்குதா, எங்கும் முளைக்குதா. വേറെ ലെവലാണ് കേട്ടോ. ഇത് മീനാക്ഷിക്കേ പറ്റുള്ളൂ ആക്ച്വലി. അതിന്റെ സൗണ്ടിന് കുറച്ച് ഫ്രീക്വൻസി ഉണ്ട്, അതുകൊണ്ട് എനിക്കറിയാം പിടിക്കാൻ പറ്റും. ഓപ്പറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ ഇങ്ങനെ ഓപ്പറ പിടിച്ച് ശീലിച്ചതാണോ? അല്ല, അത് നമ്മൾ മറ്റേ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കറക്കുന്നുണ്ടല്ല. ഞാനിങ്ങനെ വാടച്ചു വെക്കാൻ പ്രശ്നമുള്ള ആളാണ്. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൂടെ ഒക്കെ പഠിക്കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കോമഡി ആയിട്ട് ഓപ്പറ ചെയ്യുമ്പോഴും കയ്യിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളിയൊക്കെ വീണാലും കോമഡി ലൈറ്റ് കൂടെ ഒക്കെ പൊക്കോളും. കാരണം ബേസിക്കലി ക്യാരക്ടർ പാട്ട് കൂത്തൊന്നും അറിയില്ല, ചുമ്മാ അവരുടെ വിചാരത്തോളം ഭയങ്കര സംഭവമാണ്. ഇതാണ് ബേസിക്കലി ഉള്ള പരിപാടി. അപ്പൊ കയ്യിൽ നിന്ന് പോയാലും വലിയ സീനില്ല. അപ്പം ശ്വാസം മുട്ടി താഴെ വീണാലും വലിയ വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ അപ്പൊ അതിന്റെ കൂടെ അത് വന്നപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ പാടിയത്. പിന്നെ എനിക്കറിയാം എന്റെ സൗണ്ടിന് കുറച്ച് ഫ്രീക്വൻസി ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഡബിങ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചില സീൻസ് വരുമ്പോൾ പറയും അതിന് ഫ്രീക്വൻസി കൂടുതലുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അവർ പറയും ഫ്രീക്വൻസി കൂടുതലുള്ള സൗണ്ടാണ്, അപ്പം ഇവിടെ എത്തുമ്പോൾ അത് മൈൻഡ് ചെയ്ത് ഡബ് ചെയ്യണം, അങ്ങനെ പറയും. അപ്പൊ എനിക്കറിയാം എൻ്റെ സൗണ്ടിന് ഫ്രീക്വൻസി ഉണ്ടെന്ന്. അപ്പൊ അതനുസരിച്ച് പിടിക്കും. ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഗ്രീഷേടി ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു, ഒരു $100. അപ്പൊ തന്നെ ക്യാരക്ടർ മനസ്സിലായി, ഇനി പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്താന്ന് വെച്ചാൽ സ്മോക്കിംഗ് ആയിരുന്നു പടത്തില്. അപ്പം അത് മമിത വന്നിട്ട് ഇങ്ങനെ, അത് ആക്ച്വലി ആ സീൻ പടത്തിലില്ല, മമിത വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടുന്ന് സ്മോക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ക്യാരക്ടർ ഏറ്റവും ലാസ്റ്റ് ആണ് ആ സിനിമയിൽ കാസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുന്ന തലേ ദിവസം, അതായത് ഷൂട്ടിന്റെ തലേ ദിവസമാണ് ഞാൻ ആക്ച്വലി സെറ്റിൽ ചെല്ലുന്നതും ലുക്ക് ടെസ്റ്റ് നടത്തുന്നതൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഗിരീഷേട്ടൻ പറഞ്ഞു സ്മോക്ക് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്മോക്ക് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക്
അലർജിക് ടു സ്മോക്കാണ്. അപ്പം എൻ്റെ അടുത്ത് സ്മോക്ക് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അറിയില്ല. ക്യാരക്ടറിനൊന്നും ചിലപ്പോൾ സ്മോക്ക് ചെയ്യേണ്ടി വരും. സബാഷ്. എനിക്ക് സ്മോക്ക് ചെയ്തതിനപ്പുറം ഏറ്റവും കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ ഈ ചെയ്യാത്ത ഒരാളത് ചെയ്യുമ്പോൾ നമ്മുടെ ജെസ്റ്റേഴ്സിൽ ഒരു അമച്വർ സാധനം വരും. എനിക്ക് അത് വരരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം സ്മോക്ക് ചെയ്യുന്നവർ പിടിക്കുന്നതിനും സ്മോക്ക് ചെയ്യാത്തൊരു സിഗരറ്റ് കൈ പിടിക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ വിറയ്ക്കാറുണ്ട്. ആസ് എൻ അത് പിടിക്കാൻ അറിയാം, അതായത് ഇവിടെ ബാലൻസ് ചെയ്യണമല്ലോ. പിന്നെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാനൊരു സാധനം. എന്നെ കൊണ്ട് ആക്ച്വലി അതാണ് ആദ്യം ചെയ്യിപ്പിക്കുന്നത്. അതാണ് എൻ്റെ ആ ക്യാരക്ടറിൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. വന്നിരിക്കുക ഇങ്ങനെ വരിക. ഞാനത് പിടിച്ചിട്ട് പറ്റിയ ലോലിപോപ്പ് വായി വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് അപ്പം ഇങ്ങനെ ടീമിലുള്ളവർ പറഞ്ഞു ഓരോ വിരലും പ്ലേസ് ചെയ്യേണ്ട രീതിയൊക്കെ പറഞ്ഞു. അങ്ങനെയാണത് പിടിച്ചത്. അപ്പം ആദ്യം ക്യാരക്ടർ അതാണ് എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡയലോഗ്സ് വരുന്നത്. അപ്പോഴാണ് നെക്സ്റ്റ് ഡേ ആണ് വീണ്ടും സിഗരറ്റ് വലിക്കുന്ന ഇതിൽ അത് വായിൽ വെക്കുന്നു. അപ്പോഴാണ് പറയുന്നത് ചുമ്മാ ചോദിച്ചു ഒരു $100 ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത്. അത് അപ്പം അതിൻ്റെ അപ്പോൾ ഓരോ ദിവസം വരുന്നവർ ആ ക്യാരക്ടറിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വാമപ്പ് ആവാനൊരു സമയം വേണമല്ലോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒക്കെ എപ്പോഴും ഇതാണ് സംഭവം എനിക്ക് കിട്ടിയത്. പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തിയേറ്ററിൽ. ചില സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതെ, കുഴപ്പമില്ല. കൈയടിക്കുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം വന്നു. നിങ്ങൾ പറഞ്ഞ ഒരു സാധനത്തുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. ചെറിയ ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ അത്ര ചെറുതായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ മനസ്സിലായി. അത് നന്നായി കേട്ടോ. ഇപ്പോൾ പുതുതായിട്ട് വരാൻ പോകുന്ന സിനിമയുടെ വിശേഷം പറയും. കടകനിലെ ചെറിയ ക്യാരക്ടറാണ് കേട്ടോ. ഞാൻ ഒരിക്കലും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. കടകനിലെ ചെറിയ ക്യാരക്ടറാണ്. അതിൽ ഞാനൊരു പാർട്ടിയുടെ നേതാവാണ്. കോളേജ് ക്യാമ്പസിലെ നേതാവാണ്. ഹക്കീമിന്റെയും സോനയുടെയും ഒക്കെ ഫ്രണ്ടാണ്, കോമൺ ഫ്രണ്ടാണ്. ചെറിയ ക്യാരക്ടറേ ഉള്ളൂ. ചെറിയ ക്യാരക്ടർ. പക്ഷേ ഇമ്പോർട്ടൻസ് ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹക്കീമാണ് ആ പടത്തിൽ അഴിഞ്ഞാടിയേക്കുന്നത്. അതുകൊണ്ട് ഇനി വേറെ ആരെയും നോട്ടീസ് ചെയ്യുമോന്ന് എനിക്കറിയില്ല. ഹക്കീം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നായികനാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി. നായികനാണ്. ഈ നായകനിലാണ് മറ്റേ പാട്ടും വരുന്നത്. പാത്തുമ്മ ആ ഒരു എപ്പിസോഡിലെ ആ ഭാഗത്തില് സരസു, പിന്നെ നിങ്ങളുടെ ക്യാരക്ടറിന്റെ പേര് ഞാൻ ലിസി സൂസൻ ഫെർണാണ്ടസ്, സരസു. ആ 3 പേരും തകർത്ത് അഭിനയിച്ചൊരു സാധനമാണ്. കൗണ്ടറിന്റെ ടൈമിംഗ് ആണല്ലോ ഈ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. ഇരിക്കുന്ന 3 പേര് ലാൽ ജോസും കുഞ്ചാക്കോബനും ഒക്കെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ കുറേ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചില പഴയ പാട്ടുകളൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില സാധനത്തിന് പ്രേമത്തിനെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ പോലെ പോയിട്ട് ഇങ്ങനെ ഒരു പഴയ നായികമാരൊക്കെ കാണിക്കുന്ന സാധനമല്ലേ, അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ സട്ടിലായിരിക്കണം. എക്സാജറേഷൻ ആയി പോകരുത്, മിമിക്രി ആയി പോകരുത്. എന്ന് വെച്ചാൽ അവിടെ കാണിക്കുന്നത് നിങ്ങൾ ആ പാട്ടിൽ മിമിക്രി ആയിരുന്നില്ല. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ വിചാരിച്ചു ഇയാളിലൊരു ആക്ടർ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ ഉടൻ പണത്തിൽ വരുന്നത്. അത് എനിക്ക് തോന്നുന്നു നായികൻ്റെ ഇതിൽ അവർ സെലക്ട് ചെയ്തതാണല്ലോ ഉടൻ പണം. അത് നായികൻ്റെ അതേ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പോൾ എന്നിട്ട് ഉടൻ പണത്തിലേക്ക് വരുന്നു. ഉടൻ പണത്തിലാണ് ശരിക്കും കുറച്ചുകൂടെ വേറൊരു സാധനം വന്നത്. പക്ഷേ അവിടെയും ഈ ക്യാരക്ടർ ആണ് നമ്മളവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ശരിക്കും ഒറിജിനൽ മീനാക്ഷിയെ ആൾക്കാർ പിന്നീടാണ് മനസ്സിലാക്കി തുടങ്ങിയത്. ഒറിജിനൽ മീനാക്ഷി ആരാ? അത് വലിയ ചോദ്യമല്ലേ? സത്യം അല്ല. എന്റെ പ്രോഗ്രാം കണ്ടിട്ട് ഇങ്ങനെ കുറെ പേര് വിചാരിക്കട്ടെ അതിപ്പോ നമ്മൾ ചാനലിൽ നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതല്ല കൗണ്ടറിനെ നമ്മൾ നിന്ന് കൊടുക്കാന്നുള്ളത്, ചമ്മി കൊടുക്കാന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇതിന്റെ ഭാഗമാണ്. കാരണം അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമ്പോൾ മറ്റേ ഞാൻ ചമ്മില്ല എന്നുള്ള ഈഗോയിൽ നിൽക്കരുതെന്ന് അതവിടെ ഏക്കില്ല. കൗണ്ടർ അടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നാൽ ചമ്മി കൊടുത്തേക്കാം. അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് ചമ്മിയൊക്കെ കൊടുക്കുന്ന ഒരാളാട്ടോ. പക്ഷെ ഞാൻ പറയാം, അല്ലാതെ എൻ്റെ ബേസിക് സ്വഭാവം എന്താന്നുള്ളത് ഞാൻ ഉടമണത്തിലൂടെ കാണിച്ചിട്ടില്ല. അതല്ല എൻ്റെ സ്വഭാവം. അതല്ല ഞാൻ. എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഉടൻ പണത്തിൽ കണ്ടിട്ട് ഞങ്ങൾ പാവമാണെന്ന് വിചാരിച്ചു എന്നൊക്കെ. പക്ഷെ അങ്ങനെ പൊതുവെ ഒരു പരക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സത്യത്തിൽ മീനാക്ഷി ആരാ? സത്യത്തിൽ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ പെട്ടെന്ന് ആരാന്നൊക്കെ ചോദിച്ചാ ഇപ്പം ചേട്ടൻ എന്താ തോന്നുന്നത്? അല്ല, മീനാക്ഷി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ മീനാക്ഷിയുടെ ഉള്ളിലൊരു മീനാക്ഷി ഉണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാം. ഒരു ഇൻ്റർവ്യൂവിൽ മീനാക്ഷിയോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് എത്തരത്തിലുള്ള പുരുഷനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തെ മീനാക്ഷി മറികടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 6 പാക്ക് ഉള്ള ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്ന ഉത്തരവെന്ന് പറയുന്നത്
അങ്ങനെ കാണുന്നില്ല, അയാൾക്കൊരു വ്യക്തിത്വം ഉണ്ടാവണം, അതിനകത്തൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി, ഇത് കൊള്ളാലോ, സംഗതി കൊള്ളാലോ, നമുക്ക് പിടിക്കാവുന്നതാണല്ലോ. അപ്പോൾ അടുത്ത് വീണ്ടും ഒരു സാധനം ചോദിക്കുമ്പോഴത്തേക്ക് മീനാക്ഷി പറയുന്നുണ്ട്, ഈ പൊക്കത്തിൻ്റെ കാര്യം പറയുന്ന സമയത്തും ഈ സൗന്ദര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്തുമൊക്കെ അയാൾക്കൊരു വ്യക്തിത്വം ഉണ്ടാവണം എന്നുള്ളത് വേണം, അത് നിർബന്ധമാണ് എന്നുള്ളതാണ് പറയുന്നത്. സ്വഭാവം നന്നായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രാക്ക് കുറച്ചുകൂടെ അടുക്കുന്നുണ്ട്. ആ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് അവരൊരു ദ്വന്ദ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇല്ല ഞാൻ നടുക്കാണ്, എനിക്ക് ഇതുവഴി പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. വെറുപ്പിക്കുന്നില്ല, ഇറിറ്റേറ്റ് ആവുന്നുണ്ടാവാം ചോദ്യം കേൾക്കുമ്പോൾ, പക്ഷേ മാനേജബിൾ ആണ്. അപ്പം അതിൻ്റെ നടുക്കൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി ഒരു പ്രോഗ്രസീവ്നെസ് ഉള്ള ഒരാളാണ്. എനിക്ക് ഇഷ്ടമാണ് ചേട്ടാ. ഇപ്പൊ ഞാൻ 10 വയസ്സ് ചിന്തിക്കുന്ന പോലെയല്ല, എനിക്കിപ്പോ ഈ വർഷം 28 വയസ്സാവും. ഞാൻ എൻ്റെ 10 വയസ്സ് ചിന്തിച്ചാലോ 20 വയസ്സ് ചിന്തിച്ച പോലെയോ അല്ല 28 വയസ്സ് പോട്ടെ, എൻ്റെ 21, 22 വയസ്സ് ചിന്തിച്ച പോലെയല്ല ഞാൻ എൻ്റെ 28 വയസ്സ് ചിന്തിക്കുന്നത്. നമ്മളൊക്കെ കണ്ടീഷൻഡ് ആയിരിക്കുന്ന രീതി ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് അത് തന്നെ നമ്മൾ ജീവിതകാലം മൊത്തം ഫോളോ ചെയ്യണമെന്നില്ല. ഇപ്പം ലേൺ, അൺലേൺ, റീലേൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് മറ്റൊരാൾ ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷനോടെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, അത് എനിക്ക് കൺവിൻസിങ് ആണെങ്കിൽ അത് മാറ്റാൻ ഞാൻ റെഡിയുമാണ്. ബിക്കോസ് അതാണ് പറയുന്നത്, ലേൺ, അൺലേൺ, റീലേൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. പണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്നത് പോലെ സൗന്ദര്യം ഒരു ഫാക്ടറാണെന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. അങ്ങനെയാണല്ലോ നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്നത്. അങ്ങനെയാണ്, സുന്ദരന്മാരായ നായകൻ്റെ പുറകെയാണ് നായകന്മാർ, അല്ലെങ്കിൽ സുന്ദരിമാരായ നായികന്മാരുടെ പുറകെയാണ് നായകന്മാർ, അങ്ങനെ. പക്ഷേ ലൈഫിൽ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മളെന്ത് പഠിക്കും? സൗന്ദര്യത്തിലൊന്നും യാതൊരു കാര്യമില്ല പഠിക്കും. അല്ലാതെ അങ്ങനെയാണല്ലോ. കാരണം കുറേ സൗന്ദര്യം ഉണ്ടായിട്ട് കയ്യിരിപ്പ് നല്ലതല്ലേ, തീർന്നില്ല ചേട്ടാ. പിന്നെ സൗന്ദര്യം സുന്ദരൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അതിനെ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യേണ്ടതില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ സുന്ദരൻ ചേട്ടൻ എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു ആകാരം നോക്കിയിട്ട് ആവരുത്, ഈ സ്വഭാവം എല്ലാം കൂടെ ചേർത്തിട്ട് സൗന്ദര്യത്തെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും കൂടെ കാലഘട്ടത്തിലാണ്. അപ്പം ഒരുപക്ഷെ ഇപ്പോൾ മീനാക്ഷി സംസാരിക്കുന്നത് പോലും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യേണ്ടി വരും, അടുത്ത ലെവലിൽ പിടിക്കേണ്ടി വരും. ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ വളരുമ്പോൾ മീനാക്ഷി കുറെ കൂടെ മാറ്റി മാറും തീർച്ചയായിട്ടും. ഇപ്പൊ അതാ പറയുന്നത്, ഇപ്പൊ ചേട്ടൻ്റെ ഒക്കെ ഏജ് കുറച്ചുകൂടെ ഞാൻ അതിനെ ഫിൽട്ടർ ചെയ്ത് തുടങ്ങുമായിരിക്കും. അതാണ് ഇപ്പൊ ചിന്തിക്കുന്ന പോലെ അല്ല ഞാൻ. പക്ഷെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, മനസ്സിലായോ? അതിലൂടെ എനിക്ക് താല്പര്യമുണ്ട്. കാരണം നമ്മൾ മറ്റേ നിന്നെടുത്ത് തന്നെ നിന്നിട്ട് ഇപ്പൊ എന്തോ കാര്യം, വലിയ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഉള്ളിലൊരു റിബൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലോണം ഉണ്ട്. ചില സ്ഥലത്ത് അതെന്റെ ഇമ്മച്യൂരിറ്റി ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എന്റെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോ എടുക്കുന്ന നിലപാട് വാശിയുണ്ട്. അത് ചില സ്ഥലത്തൊക്കെ കാണിക്കാറുണ്ട്. വാശിന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ എനിക്കൊരു സാധനം വേണം 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 ആ വാശി അങ്ങനെയല്ല. അത് മനസ്സിലായി. അതിൽ റിബൽ എനിക്കറിയില്ല ഉണ്ടായത് ഒരുപക്ഷെ സൈസ് ചെറുതാണെന്ന് ആദ്യ കാലഘട്ടം മുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് മീനാക്ഷി ഗുണകരമായിട്ടുണ്ടാവും. ഇവരിങ്ങനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്കത് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അധ്വാനിക്കും. അത് നല്ലതുമായി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണോ നന്മ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊരു റിബലിനെ ഉണ്ടാക്കുന്നതിൽ സഹായിച്ചിട്ടില്ലേ? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഞാൻ അങ്ങനെ റിബലായത് അങ്ങനെയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഇപ്പൊ ചേട്ടൻ പറയുമ്പോഴാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഓക്കെ ഞാനത് ചെയ്യും എന്നുള്ള വാശി ചില സമയത്ത് എനിക്ക് ഉണ്ടാവില്ല. ചില സമയത്ത് എനിക്ക് മടി. പക്ഷെ എനിക്കൊന്ന് അൺകോൺഷ്യസ്ലി അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി അങ്ങനെ ഒരു സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് തോന്നണം, അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കൊണ്ട് പോസിബിൾ ആവില്ല എന്ന് പറയുന്ന കാര്യം എല്ലാവരെയും കൊണ്ട് ഇപ്പം ഒരാളെ കൊണ്ട് ഒന്നും പോസിബിൾ ആകും, നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി ബേസിക്കലി ഒരു നമ്മുടെ നോർമൽ സ്കൂട്ടർ പോലത്തെ അല്ല. അതിപ്പം ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാവരുടെയും കയ്യിലുണ്ട്. ആ വണ്ടിയുടെ ഫ്രണ്ടിലാണ് അതിൻ്റെ ടാങ്കൊക്കെ വരുന്നത്. അപ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ സൈസ് കണ്ടിട്ടായിരിക്കാം കുറേ പേര് അതിനെ പറഞ്ഞിട്ടുണ്ട്, ആ വണ്ടി എടുക്കണ്ട, എനിക്ക് താങ്ങാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചെന്ന് താങ്ങാൻ പറ്റാത്ത, അപ്പം ഞാനൊരു കാര്യം ചെയ്തു, അത് താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യം ഞാൻ നോക്കണം. അപ്പം ഞാൻ ഷോറൂമിൽ പോയിട്ട് എൻ്റെ ഉള്ളിലൊരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് അനുസരിച്ചാണ് ഞാൻ ഇത് എടുത്തു നോക്കുന്നത്. അപ്പോൾ കുറച്ച് സിമ്പിളാണ് സംഭവം. അപ്പം ഞാൻ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇതിന് ഇത്ര വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം അതെന്നോർത്ത് ഇത് മതി, എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പം എനിക്ക് വേറെ ആരെന്ത് പറയുന്നു, പിന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്ന വേറെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓടിച്ച് കാണിക്കുന്നതാണ്. അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് ബൈക്ക് ഓടിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു
ബൈക്ക് കാലത്തൂല, അല്ല കാലത്താത്ത ബൈക്കുണ്ട്, വേറെ കാര്യം. ഞാൻ പഠിച്ചത് കാലത്തൊന്നും ബൈക്കില്ല. ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, ബൈക്ക് താങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ പറയാം. എനിക്ക് ബൈക്ക് ഓടിക്കാറ്, എനിക്ക് ലൈസൻസും ഉണ്ട്. അപ്പം അതൊക്കെ അങ്ങനത്തെ ചില സാധനങ്ങൾ എൻ്റെ അടുത്ത് ചെയ്യണ്ടെന്ന് പറയുമ്പം ഇല്ല എനിക്കത് ചെയ്യണം എന്നെനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ എനിക്കറിയില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഈ പ്രേമലുവിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എന്നോട് സംസാരിച്ചതാണ്, അയാൾക്ക് ചാൻസ് കുറഞ്ഞു കിട്ടുന്നത് ഇതുകൊണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു. അതിപ്പോൾ പലരും ഉണ്ടല്ലോ, പല നായികമാരും നമ്മൾ കാണുന്നത് പോലെ ഒരു സൈസിൽ അവരെ നേരിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ അത്ര സൈസിൽ, അത് ക്യാമറയിൽ മറ്റൊരു രീതിയിലാണ് വരേണ്ടത്, ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതെവിടെയെങ്കിലും ഒരു ഡ്രോബാക്ക് ആയിട്ട് വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല ചേട്ടാ, ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, അങ്ങനെ ഉണ്ടാവാം. ചിലപ്പോൾ എനിക്ക് മാച്ച് ആവാത്ത ക്യാരക്ടേഴ്സ് വരാത്തത് കൊണ്ടായിരിക്കാം. ചിലവർക്ക് ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം സിനിമയിൽ ഇത്ര സൈസുള്ള അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് ഉള്ള അങ്ങനെ ഒരാളെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഇത്തരത്തിലുള്ള മുടിയുള്ള, അങ്ങനെ ചില ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇതേ കാര്യം ഒരു സിനിമയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെയാണ്, എടാ ഇങ്ങനെ ചില ക്രൈറ്റീരിയാസ് വരും. അപ്പം ഇപ്പോൾ വന്നേക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ബാക്കി എല്ലാം അതിന് ഓക്കെയാണ്, പക്ഷെ ഹൈറ്റ് 5'6" വേണം. എനിക്ക് ഹൈറ്റ് 5'6" ഇല്ല, പക്ഷെ മെലിഞ്ഞൊരു കുട്ടിയാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ അതൊക്കെ കൊണ്ടായിരിക്കാം കേട്ടോ. അങ്ങനെ ഒരു പൊതു സൗന്ദര്യ ബോധത്തിനനുസരിച്ചായിരിക്കുമല്ലോ സിനിമയും കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഈ മറ്റേ പൊതു സൗന്ദര്യം എന്നുള്ള പരിപാടിയിൽ മറ്റേ ബ്യൂട്ടി ഈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ നമ്മൾ പറയത്തില്ലേ, ഞാനതാ ബിലീവ് ചെയ്യുന്നത്. ഇപ്പം എന്നെ ഭംഗിയായിട്ട് തോന്നുന്നവരുണ്ടാവാം, തോന്നാത്തവരുണ്ടാവാം. ഇപ്പൊ ചേട്ടൻ സുന്ദരനാണെന്ന് പറയുന്നവരോ അല്ലാത്തവരുണ്ടാവും. ചേട്ടൻ സുന്ദരനാണല്ലോ, അതാണെന്ന് തോന്നുന്നു നല്ലത്, ആ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു നല്ലത്. അല്ലാതെ എല്ലാവരും ഇപ്പം ആ ഒരു പൊതു സൗന്ദര്യം എന്നുള്ള പരിപാടിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന വാക്ക് പറയുന്ന സമയത്ത് ഇതിനെപ്പറ്റി പറയുന്നതെല്ലാം റൈറ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നതും അൺലേണിംഗ് എന്നൊക്കെ പറയുന്നില്ലേ, ഈ പറയുന്നതിനകത്ത് നമ്മുടെ ഒരു പഠിത്തം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാറി വരുന്ന സൊസൈറ്റിക്ക് അനുസരിച്ച് ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മാറേണ്ടതുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെയാണ് നമ്മൾ നമ്മളെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് നടത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വായിച്ച് പഠിക്കലാണോ അതേ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെ സ്വയം നവീകരിക്കുകയാണോ ചെയ്യണേ? എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഡ്രോബാക്ക് ചോദിച്ചാൽ ഞാൻ അധികം അങ്ങനെ ബുക്സ് വായിക്കുന്ന ഒരാളല്ല. അത് എൻ്റെ ഒരു കുറവ് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഡെവലപ്പ് ആവാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പൊതുവേ കുറച്ച് റെസ്റ്റ്ലെസ് ആണ്. അപ്പം എനിക്ക് ഇരുന്ന് ബുക്ക് വായിക്കുക എന്നുള്ളത്, പല ബുക്കുകൾ ഞാൻ വായിച്ച് പകുതിയാക്കിയിട്ട് പറ്റുന്നില്ല, അടച്ചു വെച്ചിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പം ഞാൻ കൂടുതലും ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് സംസാരിച്ചിട്ട് ആളുകളുടെ അടുത്ത് ഇപ്പോൾ ഐഡിയ ഷെയർ ചെയ്തിട്ട് സിനിമകൾ കണ്ടിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പോസ്റ്റുകൾ വായിച്ചിട്ട് അതിലെ ശരി തെറ്റുകൾ ഗൂഗിൾ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കാം ഞാൻ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വായിക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല ഇതുവരെ, അതിനെ എനിക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഒബ്സർവ് ചെയ്തും ഈ പറഞ്ഞ പോലെയാണ്. അതൊരു വായനയാണ്. റെസ്റ്റ്ലെസ് ആണെന്ന് പറയുന്ന സമയത്തും മീനാക്ഷിയുടെ ഉള്ളിൽ ഭയങ്കര കൂളായിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു ചെറിയൊരു പെൺകുട്ടിയുണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ്. അതായത് നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ വേറൊരാളൊക്കെ ആയിരിക്കും. അതായത് പുറത്തൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോഴും ഒരു കൊച്ചാള് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു മീനാക്ഷിയും ഉണ്ട്. ഇത് ആരുടെ അടുത്തൊക്കെ കാണിക്കുക? അമ്മയെടുത്തോ അച്ഛൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ? ഞാൻ വീട്ടിലും കാണിക്കും, എൻ്റെ റൂമിലും കാണിക്കും. ഞാൻ കുറേ നേരം പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മീ ടൈം എടുക്കുന്ന ആളാണ് ഭയങ്കരമായിട്ട്. എനിക്കൊരു മീ ടൈം വേണം. ഞാനിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോകുമ്പം സെൽഫി കാര്യങ്ങളും നമ്മൾ ആളുകളായിട്ട് പണ്ടത്തൊക്കെ കൂടുതൽ ഇപ്പോൾ സോഷ്യലൈസ് ചെയ്യുന്നുണ്ടല്ലോ, അത്രയും ആളുകൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ സമയം വേണം. അപ്പം അവിടെ ഞാൻ എൻ്റെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ കുറച്ച് കളികളൊക്കെ കളിക്കില്ല, കണ്ണാടി നോക്കി സംസാരിക്കുക, ഇന്റർവ്യൂ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും, ആ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ മീ ടൈമാണ്. ചിലപ്പോൾ ചുമ്മാ ഫോൺ നോക്കിയിരിക്കുക, ചിലപ്പം എന്തെങ്കിലും പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുക, അതൊക്കെ എൻ്റെ മീ ടൈമിൽ ഞാൻ ചെയ്യുന്ന. അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുക, അതാണ് എൻ്റെ മേജർ പരിപാടി, വന്ന് കിടന്നുറങ്ങുക. അപ്പം മീ ടൈം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴത്തേക്ക് നമ്മളെ സ്നേഹിക്കുമല്ലോ, സെൽഫ് ലവ് ഒരു കാര്യമാണ്. നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ നമ്മളെ ഒന്ന് കൊള്ളാടാ നീ എന്ന് പറയുമല്ലോ, അത് ഈ പേഴ്സണൽ സ്പേസിലാണോ പറയണേ നീ കൊള്ളാടാ നീ പൊളിയാണ്? അത് കണ്ണാടി നോക്കുമ്പോഴാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന്റെ അച്ചീവ്മെന്റ്സ്? അച്ചീവ്മെന്റ് വരുമ്പോഴത്തേക്കായിരിക്കും ഞാൻ ചിലപ്പോ കണ്ണാടി നോക്കിയിട്ട് ചിരിക്കും. സത്യം, ഞാൻ ചിരിച്ചിട്ട് ഞാൻ മറ്റേ ലിറ്ററലി സിനിമ കാണുന്ന പോലെ
തുള്ളിച്ചാടുന്ന ആളാ, പക്ഷെ ഒറ്റയ്ക്ക്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും അത്ര ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയില്ലെന്നോ അത്രയും ക്ലോസ് ആക്കിൽ ഇരിക്കുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഞാൻ കണ്ണട ഇത് ഭയങ്കര പ്രേമലുവിലെ ശ്യാമോഹൻ ചെയ്യുന്നത് മാതിരി അതുപോലെ അതുപോലെ അകത്ത് പോയിട്ട് അടിപൊളി അതെന്തെങ്കിലും അച്ചീവ്മെന്റ് വരുമ്പോ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഭയങ്കര സ്നേഹത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു കിസ് കൊടുക്കണമെന്ന്, നമുക്കൊരു കിസ് കൊടുക്കണോ, അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ? എടി നീ കൊള്ളാടി, നിനക്ക് ഇരിക്കട്ടൊരു ഉമ്മ എന്ന് കണ്ണാടി നോക്കി, അല്ല കണ്ണാടി നോക്കിയിട്ട് സ്വന്തമായിട്ട് സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഞാൻ ചെയ്ത കാര്യം സക്സസ്ഫുൾ ആവുമ്പോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഭിനയിച്ച എന്തെങ്കിലും കാര്യമാവാം, എന്തെങ്കിലും ഒരു കാര്യം സക്സസ് ആയിട്ട് വരുമ്പോ, ചിലപ്പോൾ എന്തെങ്കിലും ഓഡിഷന് കിട്ടിയതാവാം, ഞാൻ ആഗ്രഹിച്ചൊരു ഓഡിഷന് കിട്ടിയതാവാം, ഒക്കെ വരുമ്പോഴത്തേക്കും മുത്ത് അത് അടിപൊളി സ്പേസ് ആണല്ലേ, ഭയങ്കര എന്റർടൈൻ ചെയ്യുന്ന സ്പേസ്. നമ്മുടെ സ്പേസ് അല്ലേ, വേണേ കാണിക്കാലോ. അപ്പൊ സങ്കടം വരുമ്പോഴും നമ്മൾ ഈ സ്പേസ് ആയിരിക്കും നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പറഞ്ഞിട്ട് ചുറ്റും നിന്നിട്ട് ഞാൻ സന്തോഷം എന്നല്ല, എന്റെ എന്ത് ഇമോഷൻസ് വന്നാലും എന്റെ ഫേസിൽ ഭയങ്കര എവിഡന്റാ, ഭയങ്കര എവിഡന്റ് ആയിട്ട് അറിയാൻ പറ്റും. പുറത്തൊക്കെ കാണിച്ചിട്ടും. പക്ഷെ ഇത് റിലാക്സ് ചെയ്യുന്നത് മറ്റുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടാണോ സ്വയം ആശ്വസിച്ചിട്ടാണോ? രണ്ടും ഉണ്ട്. അത് പറഞ്ഞേ, ഞാനൊരു മീ ടൈം എടുക്കും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആരുടെങ്കിലും അത്രയും ഷെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ഞാൻ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യും. അങ്ങനെ രണ്ടും എടുക്കാറുണ്ട്. പക്ഷെ കൂടുതലും നമ്മളെ സ്വയം ആശ്വസിപ്പിക്കുകയാണോ ചെയ്യുക? പക്ഷെ അത് കാര്യത്തിന്റെ ഇതുപോലെ ഒരു രീതി പോലെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അവരുടെ ഒരു ഔട്ട്സൈഡ് അഭിപ്രായം, ബിക്കോസ് എനിക്കറിയാം അവർ പറഞ്ഞ പോലെ ലേൺ അൺലേൺ റീലേൺ പ്രോസസ്സിൽ നിൽക്കുന്ന ആളാണ്. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ടോപ്പിക് ആവാം, പക്ഷെ എന്നാലും അത് അഭിപ്രായ വ്യത്യാസങ്ങളാണെന്ന് പരസ്പര ബഹുമാനത്തോടു കൂടി മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ആണ്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഇല്ല അവർ ഞാൻ പറയുന്നതിനെ ജഡ്ജ് ചെയ്യും എന്നുള്ളതാണ് ചിലപ്പോൾ ഞാൻ പറയില്ല, പക്ഷെ അവർ ജഡ്ജ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് പരസ്പരം ആ ഒരു ബഹുമാനം ഉള്ളത് കൊണ്ട് നമ്മൾ സംസാരിച്ച് ഇതാക്കും. അപ്പൊ എനിക്ക് പറയണം തോന്നി ഞാൻ എന്തായാലും അവരുടെ അടുത്ത് എന്നിട്ട് പറയും. പക്ഷെ നമ്മുടെ തന്നെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിരിക്കുമല്ലോ ആ കോൺവെർസേഷന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റിഫൈഡ് ആണോ നമ്മൾ തന്നെ സ്വയം പരിശോധിക്കണം, മറ്റൊരാളുടെ അടുത്ത് പറയുകയും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇമോഷൻസ് അത് അങ്ങനെ കാണിച്ചു, അങ്ങനെ കാണിച്ചില്ലേ, അതെ അത്തരം സ്പേസിലൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കുമോ? അതെ ഭയങ്കര എന്താ പറയാ പക്വതയോടുകൂടി വിഷയം മാത്രം ചർച്ച ചെയ്യുമോ? അതെ എല്ലാം വിളിച്ചു പറയും, ഡയലോഗ്സ് ഉൾപ്പെടെ പറയും. ഒരാൾ പറഞ്ഞ ഒരു വേദനിപ്പിക്കുന്ന ഒരു സാധനമാണെങ്കിൽ ആ ഡയലോഗ് ഉൾപ്പെടെ അവരടുത്ത് പറഞ്ഞ് സംസാരിക്കോ? അതെ അങ്ങനെ ഞാൻ പറയണം. പുറത്തുനിന്ന് ഒരാൾ ഇടി അത് അവർ അങ്ങനെ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ അങ്ങനെ പറയും. അപ്പൊ ചില സമയത്ത് എനിക്ക് കേൾക്കാൻ ഒരാൾ മതി, ചില സമയത്ത് എനിക്ക് ഇങ്ങോട്ട് അഭിപ്രായം വേണമെന്നില്ല, ചില സമയത്ത് എനിക്ക് കേൾക്കാൻ ഒരാൾ മതി. ഞാൻ ചെന്നിട്ട് പറയും, എടി ഞാൻ ഒന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്യാൻ വന്നതാ, പറയണ്ട ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നിട്ട് ഇന്നൊരു സംഭവം ഉണ്ടായി എന്നിട്ട് അങ്ങനെ ആയിരിക്കും പറയുന്നത്. ചിലപ്പോ എനിക്ക് അപ്പൊ എന്തെങ്കിലും തിരിച്ചറിയാൻ ഞാൻ പറയും, എടി ഇല്ല എനിക്ക് നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് അറിയാം, എനിക്ക് അതല്ല, എനിക്ക് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ ഒന്നിക്കൊന്ന് പുറത്തേക്കൊന്ന് ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ പറയൂ. എക്സ്ട്രോവേർട്ടുകൾക്ക് ആൾക്കാർ വിചാരിക്കുന്നത് കേൾക്കാനുള്ള ശേഷിയില്ലെന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മീനാക്ഷി നല്ലോണം കേൾക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയാണോ? ഞാനൊരു തരക്കേടില്ലാത്ത ലിസണറാണ്, എപ്പോഴും പറയുന്നില്ല, ഞാനൊരു തരക്കേടില്ലാത്ത ലിസണറാണ്. പക്ഷെ റെസ്റ്റ്ലെസ് ആയിട്ടൊരു ബിഹേവിയർ ആയതുകൊണ്ട് കേൾക്കില്ല എന്നായിരിക്കും പൊതുവിൽ ആൾക്കാർ കരുതുക. അങ്ങനെയുണ്ട്. പിന്നെ അല്ല അതേ പറഞ്ഞ കേൾക്കാത്ത സാഹചര്യങ്ങളും ഉണ്ട് കേട്ടോ, അത് ഈ സാഹചര്യം അനുസരിച്ചിരിക്കും ചിലപ്പോൾ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കേട്ടിട്ട് എൻ്റെതായിട്ടുള്ള സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് എന്താ അവർക്ക് ഗുണകരമായി അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലരുടെ അടുത്ത് ചേച്ചി ഇങ്ങനെ ഉണ്ടായി, ചേച്ചിക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഓക്കെ ഞാൻ പറയാം. ആ സമയത്ത് നമ്മൾ ചോദിക്കുമല്ലേ, അപ്പം ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, നമ്മൾ ചിലരോടൊക്കെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അല്ല ശരിക്കും ഐ ലവ് യു ആണോ ഞാൻ നമ്മൾ മനസ്സിനകത്ത് ചോദിക്കും, അല്ല ആക്ച്വലി അങ്ങനെയൊക്കെയാണ് ശരിക്കും ഞാൻ പറയണതൊക്കെ ശരിയാണോ എന്നുള്ളത്. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. നമ്മളെ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നന്നായി തുടങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം. ശരിയാ. ചിലപ്പോൾ ചിലവർക്ക് നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടല്ലേ ആലോചിക്കുന്നത്. ചിലവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാത്ത എന്താ. എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്താ പറയുന്നത്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്ന് പഠിച്ചതാ. ഇപ്പൊ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ചിലരുടെ അടുത്ത് പറയും വിട്ട് കളാ എന്നിങ്ങനെ പറയും. അപ്പോഴാണ് കേൾക്കുന്നത് വിട്ട് കളയുന്നത് ചിലപ്പോൾ അവിടെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാവില്ല. ഇപ്പം എന്തെങ്കിലും ഇപ്പം
ബ്രേക്കപ്പ് സ്റ്റോറി ആണെങ്കിലും എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തും ഷെയർ ചെയ്യുവാണെങ്കിൽ അവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞു തരുന്നത്. അവരും ഭയങ്കര എന്താ പറയാ എംപതൈസ് ചെയ്തായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ എംപതൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ പറയത്തില്ലേ പോവാൻ പറയടി വിട്ട് കളയടി അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ഇതല്ലാതെ അത് പറയുന്ന അത്ര ഈസി അല്ല എന്ന് എനിക്ക് അറിയാം. അത് ഇറ്റ്സ് നോട്ട് ദറ്റ് ഈസി ടു ലെറ്റ് ദാറ്റ് ഗോ. പക്ഷെ എന്നാലും പറയാണ് ട്രൈ എന്ന് പറയാണ്. അപ്പൊ അവിടെ കുറച്ചുകൂടെ ഒരു എംപതി ഉണ്ട്. ഞാൻ അങ്ങനെ കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കുന്നത് കുറച്ചുകൂടെ മനസ്സിലാവില്ലേ. നമ്മൾ അപ്പുറത്തേക്കുന്ന ആള് തീരെ മറ്റേ എംപതി ഇല്ലാതെ സംസാരിക്കുന്ന പോലെ തോന്നില്ല. ഈ നമ്മൾ സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് മരണമാണ്. ആരുടെയെങ്കിലുമൊക്കെ മരണം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ബ്രേക്കപ്സ്. ഈ ഒരു ബ്രേക്കപ്പ് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിചാരിക്കും ഇത് തകർന്നു തീർന്നു. നമ്മൾ ഈ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളാണ്. പക്ഷെ ഡിഗ്രിക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഓ ഇതിലും വലിയ. പിന്നെ വിചാരിക്കും നമ്മൾ PhD ഒന്നും പോവില്ല എന്ന് വിചാരിക്കും. ഇനി ഞാൻ PhDക്കൊന്നും പോവില്ല കേട്ടോ, ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങില്ല. പക്ഷെ നമ്മൾ PhD എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് പഠിക്കേണ്ടത് എന്ന് ആലോചിക്കും. അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രേക്കപ്പ് സിറ്റുവേഷൻസ്, പ്രേമമൊക്കെ. നമ്മൾ നമ്മുടെ ഏജിൽ നിന്നിട്ടാണ് പ്രേമിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മൂത്തതിന് ശേഷം വീണ്ടും ഒന്ന് പ്രേമിക്ക് പറയും പഴയതിൽ പറ്റിയത് നമുക്ക് ഇതിനകത്ത് അതൊക്കെ മാത്രം ഒരു മാറ്റവും ഇല്ല. വീണ്ടും പോയി പെടും. സത്യം ഞാനത് ആലോചിക്കുന്നത്. അതിന് മാത്രം ഒരു മാറ്റവും ഇല്ല. അതാണ് മറ്റേ ലേൺ അൺലേൺ റീലേൺ എന്നൊക്കെ പറഞ്ഞ അതിന് എല്ലാ ജാടയും അവിടെ കൊഴിഞ്ഞു വീഴാ. വീണ്ടും നമ്മൾ അലറി വിളിച്ച് കരഞ്ഞ് കൂവി ആൾക്കാരെയൊക്കെ അറിയിച്ച് അലമ്പി. നമ്മള് ചില സമയത്ത് നമ്മളായിരിക്കും നമ്മളല്ല ഇത്. ആ ഒരു ഫ്രസ്ട്രേഷൻ കൂടെ ഉണ്ടാവും. ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾക്ക് അറിയാം നമ്മളിങ്ങനെ അല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ആയിപ്പോവും ചില സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ അല്ല അത് ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത കരച്ചില്. ഈ ജാടയ്ക്ക് അപ്പുറത്തേക്കാണ് ഇതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് പാടുള്ള പരിപാടിയാണ്. ഇനിയും നമ്മൾ പഠിച്ചു തീരാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ അതായിരിക്കും അല്ലേ. ഇനി എത്ര നേരിടേണ്ടി വരും അല്ലേ. ഇല്ല എനിക്ക് ആക്ച്വലി എന്റെ കോമഡി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂൾ ടൈം ഒന്നും അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു 20s കഴിഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പൊക്കെ 20s ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വിചാരിച്ചു എനിക്ക് ജോലിയൊക്കെ കിട്ടി, ഞാൻ ഭയങ്കര മെച്ചോർഡായി, ഇനി റിലേഷൻഷിപ്പിലേക്ക് കടക്കാണ്, സ്വന്തം കാലിൽ നിന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ എൻ്റെ പൊന്നെ വെറുതെ തോന്നുന്നതാ. എനിക്കാണെങ്കിൽ പിന്നെ മറ്റേ റെഡ് ഫ്ലാഗ്സ് കാണുമ്പോൾ ഞാൻ ഇതാ വരുന്നു എന്നിട്ട് പോവാറുണ്ട്. അത്ര ഡീറ്റെയിൽ പിടിക്കത്തില്ല. ഇനിയും അത് കുറേ കൂടെ വിദ്യാഭ്യാസം നേടേണ്ട ഏരിയ ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ കുറേയൊക്കെ പഠിക്കും കേട്ടോ. പഠിച്ചിട്ട് ഇങ്ങ് വാ. അല്ല പിന്നെ അതുകൊണ്ട് പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് നമ്മൾ പഠിക്കും ഇതല്ല വേണ്ടത് എന്ന് പഠിക്കും. ആ ഒരു കാര്യം അതിൽ ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതെ 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 അതിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ മോശമാണ്. അതെ അതെ. പക്ഷെ അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് വീണ്ടും പറയാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ബട്ടർഫ്ലൈ പറന്നില്ലെങ്കിലും ചിലപ്പോൾ ചില റിലേഷൻസ് ശരിയാവുമായിരിക്കും അല്ലേ. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാ റിലേഷൻഷിപ്പിലും ഈ പറയുന്ന പോലെ ബട്ടർഫ്ലൈസ് ഒന്നും നടക്കൂല. മറ്റേ അടിവയറ്റിൽ ബട്ടർഫ്ലൈ ഒന്നുമില്ല. ബട്ടർഫ്ലൈ ഒന്നും പറക്കാത്ത റിലേഷൻഷിപ്പ് ഉണ്ട്. ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്നോളൂ, സക്സസ് ആയിട്ട് മുമ്പോട്ട് പോവും. അങ്ങനെ എല്ലാ സമയത്തും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റ്സ് ആയിരിക്കാം. ബട്ട് അല്ലാതെ മറ്റേ കാണുമ്പോൾ അടിവയറ്റിൽ മഞ്ഞ് കോരിയിട്ടു ബട്ടർഫ്ലൈ പറന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ പറക്കും. ചിലപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം പുള്ളി ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ക്രഷ് തോന്നുന്നൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും തോന്നും. അല്ലാതെ 24 മണിക്കൂർ കാണുമ്പോൾ ബട്ടർഫ്ലൈ പറക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ചിലവരുണ്ടാവില്ലേ, ഇപ്പൊ ചില ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ ദേ ഫോൾ ഇൻ ലവ്. അയാളെ കാണുമ്പോൾ എന്ത് ബട്ടർഫ്ലൈ പറക്കുന്നാണ് പറയുന്നത്. കണ്ട് തഴമ്പിച്ച ആളാണ്, പിന്നെ ആളെ കാണുമ്പോൾ ബട്ടർഫ്ലൈ പറക്കുന്നത് എനിക്ക് തോന്നുന്നു. മാനേജിങ് ആണത്. പിന്നെ ഈ അടുത്ത് ഞാൻ ഉണ്ണിമായയുടെയും ശ്യാം പുഷ്കറുടെയും റിലേഷൻഷിപ്പ് കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. അവർ ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന 2 ആൾക്കാരും കൂടെയാണ്. അപ്പോൾ അവരോട് ഉണ്ണിമായ അടുത്ത് ഞാൻ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പ്രേമം നിലനിർത്തി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രമകരമായ പണിയാണ് എന്ന് പറയുന്നില്ലേ. സോ ക്യൂട്ട്. നമ്മള് പ്രേമലുവിന്റെ പാർട്ടിക്ക് ഇതിനൊക്കെ പോകുമ്പോൾ ലൈക്ക് വെരി അണ്ടർസ്റ്റാൻഡിങ്, സോ ക്യൂട്ട് ടുഗദർ. അവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അവരുടെ ഇടയിൽ. പക്ഷേ ഉണ്ണിമായ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോകുന്ന ഒരു അഭ്യാസമാണ്, നിലനിർത്തുക എന്ന് പറയുന്നത്. വെറുതെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ ആ പ്രണയത്തെ ഇങ്ങനെ ക്യാരി ചെയ്ത് പോകാന്ന് പറയുന്നത് വലിയ ജോലിയുള്ളൊരു
ഒരു പരിപാടിയാണ്. ഒരുപക്ഷെ അത് വലിയൊരു എന്താ പറയുക, രണ്ട് വശത്തു നിന്നും ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഗൂസ് പംപ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാലും സ്ഥിരം അഭിനയിച്ചിട്ട് ഒരാൾ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടൂലല്ലോ. അയാൾ പോയിട്ട് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ഗൂസ് പംപ്സ് കിട്ടുന്നത്. അപ്പൊ ഈ ആൾക്കാരൊക്കെ ജോലികളൊക്കെ മാറിയും കാര്യങ്ങളൊക്കെ അച്ചീവ്മെന്റ്സ് ഒക്കെ മാറ്റിയൊക്കെ സെറ്റ് ചെയ്താൽ ചിലപ്പോൾ ബട്ടർഫ്ലൈസ് പറന്നുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ചിലവരിൽ നിന്നാണ് ഞാൻ പറയുന്നത്, എനിക്കും ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളോട് തുടക്കം ഒരു സാധനം അവർ തരും. തുടക്കം ഇന്നതാണ് അവർ, അല്ലെങ്കിൽ ഇന്ന പോലെയാണ് അവർ, അടിപൊളിയാണെന്നുള്ള രീതിയിൽ കാണിക്കും. നമ്മൾ ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും വി ഫോൾ ഇൻ ലവ് വിത്ത് ദം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയല്ല എന്ന് മനസ്സിലാവും. അപ്പോഴാണ് അവിടെയാണ് ഒരു ക്രാക്ക് ഉണ്ടായി തുടങ്ങുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ആദ്യം തന്നുകൊണ്ടിരുന്ന അതേ എഫേർട്ടും ഇതേ സാധനങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ ആദ്യം എന്താണോ കാണിച്ചത് അത് തന്നെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. ഫേക്ക് പ്രോമിസ് ഒന്നും കൊടുക്കില്ല. അത് കണ്ടിട്ടാണല്ലോ ഇഷ്ടപ്പെട്ടത്. അപ്പം അല്ല, പക്ഷേ അതിനകത്തൊരു ചെറിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്യാരക്ടർ പക്ഷെ വേറൊരു രീതിയിലാണല്ലോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഭയങ്കര ഇതായിട്ടാണെങ്കിലും മീനാക്ഷി പ്രേമത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ അല്ല. അപ്പൊ അത് ടിപ്പിക്കൽ. അപ്പോൾ അത് വീട്ടുകാർക്ക് അറിയായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അല്ല, പ്രേമത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ക്യാരക്ടറിനെ സംബന്ധിച്ച് വീട്ടുകാർക്ക് അറിയാം, പക്ഷെ പുറത്ത് നമുക്കൊന്നും അറിഞ്ഞുകൂടല്ലോ മീനാക്ഷി ആരാണെന്നുള്ളത്. നമ്മളിങ്ങനെ അനുധാവനത ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മലയാളം ഞാൻ കുറച്ച് പഠിക്കണം. മനഃപൂർവ്വം ഞാൻ പറഞ്ഞതാ, ഈ കൗണ്ടർ വരാൻ വേണ്ടി പറഞ്ഞതാ. ഫോളോ ചെയ്യാണ്, വെറും ഫോളോയിങ് അല്ല. ആ വാക്കിന് അയാളെ അങ്ങനെ കീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് ഫോളോ ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പം ഞാൻ ആ കൗണ്ടർ വരാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനും നിങ്ങളെ പോലെ ഒരു ആങ്കറാണ്, അത് മറക്കണ്ട. അപ്പോൾ ഈ വീട്ടുകാരറിയുന്നത് ഈ ശരിക്കും ലവർ അറിയുന്ന സമയത്താണ് അയാൾക്ക് ശരിക്കുള്ള മീനാക്ഷിയെ മനസ്സിലാവും. അതല്ല മീനാക്ഷി, വീട്ടുകാരറിയുന്നതിനെ കുറിച്ചല്ല ചോദിച്ചത്. വീട്ടുകാരറിയുന്ന ഒരു മീനാക്ഷി ഉണ്ടാവും. ആ മീനാക്ഷിയെ ശരിക്കും ലവർക്ക് മനസ്സിലാവുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോഴാണ് ശരിക്കുള്ള മീനാക്ഷിയെ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതുവരെ ഞാൻ ഞാൻ റിലേഷനിലായിട്ടുള്ളപ്പോൾ ഞാൻ വെച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ളത്. അപ്പം ഏകദേശം എൻ്റെ ആ റോ സൈഡൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ വലിയ പരിക്കില്ലാതെ പോയിട്ടുണ്ട്. അറിയാം ഇതാണ് ഞാൻ എന്നുള്ളത് അറിയാം. അങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ വലിയ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അതെൻ്റെ ഒരു സുഹൃത്തിനെ ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യം കൊണ്ട് പറയുന്നത്. അങ്ങോട്ട് സ്വഭാവം അറിയണം, ഇങ്ങോട്ട് സ്വഭാവം അറിയണം. അപ്പം എനിക്ക് തോന്നുന്നത് വീട്ടുകാരറിയുന്നതൊക്കെ തന്നെ അവര് ചിലപ്പം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇപ്പോൾ വീട്ടുകാരോട് ചിലപ്പോൾ ഷെയർ ചെയ്യുന്നതിനൊക്കെ കൂടുതലൊക്കെ ഷെയർ ചെയ്യില്ലേ, ചിലപ്പോൾ അതൊക്കെ അറിയുന്ന ഒരാളായിരിക്കും ചിലപ്പം. അങ്ങനെ എനിക്കിതുവരെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. അതേ പറഞ്ഞു, ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത്, അല്ല ഞാൻ തുടക്കം തന്നെ മറ്റേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കണ്ട് നാളെ പ്രേമം അങ്ങനെ ഞാൻ നിന്നിട്ടില്ല ഇതുവരെ. അപ്പം അല്ല, അപ്പൊ തോന്നണേന് എന്ത് ചെയ്യും? മായ്ച്ചു കളയും? ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ തോന്നില്ല. എനിക്ക് അങ്ങനത്തെ പരിപാടി എനിക്ക് ഇതുവരെ വന്നു. കാരണം എനിക്ക് തോന്നി ഞാൻ നേരത്തെ മുതൽ ഇപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ഞാൻ ആളുകളായിട്ട് ഞാൻ ഈസി ആയിട്ട് ജെല്ലാവാറുണ്ട്. ഒരു സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അതും ഈ മറ്റേ ലേൺ അൺലേൺ റീലേണിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ എനിക്ക് എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്ത കുറച്ച് ഗേൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഗേൾസായിട്ട് കമ്പനി ആവാൻ പോയാൽ അങ്ങനെ പ്രശ്നമാണെന്നൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഐ ഗെറ്റ് ഈസിലി ജെൽ വിത്ത് ബോയ്സ്. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. അതാണെന്നില്ല പെണ്ണെന്നില്ല, പണി തരുന്നത് ആരാണെങ്കിലും തരും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് പറഞ്ഞ പോലെ ഞാൻ തുടക്കം തന്നെ ചിലപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ഹാബിറ്റ് അതാണ്. ഞാൻ ഇപ്പം ബോയ്സിൻ്റെ അടുത്ത് മിണ്ടുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നെ കളിയാക്കും. ഞാൻ ബ്രോ സോൺ ചെയ്യുക, അത് ബ്രോ അങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ചിലപ്പോൾ എന്ത് വിളിക്കണം എന്ന് അറിയണ്ടാവില്ല. അപ്പം ബ്രോ എന്ന് വിളിച്ചിട്ട് അപ്പം എനിക്ക് തുടക്കം തന്നെ അങ്ങനെ ഒരാളോടൊരു ക്രഷ് പരിപാടി ഫിലിം സ്റ്റാർസിനോടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ എൻ്റെ ലൈഫിൽ മീറ്റ് ചെയ്യുന്ന ഒരാളോട് ക്രഷ്, ഇയാളോട് ഞാൻ അങ്ങനെ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. അതേ പറഞ്ഞു. പിന്നെ ഞാൻ റിലേഷൻഷിപ്പിലായിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. മീനാക്ഷി, ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, മീനാക്ഷി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ക്യാമറ ചുറ്റും വരും. മീനാക്ഷിയുടെ അറ്റയർ കാണുമ്പോൾ അഭിപ്രായം പറയുന്നവർ, വിമർശിക്കുന്നവർ, ക്രൂരമായിട്ട് എഴുതുന്നവരും ഒക്കെ ആയിട്ട് തകർക്കുകയാണ്. പക്ഷേ ഇത് മീനാക്ഷി ഗുണകരമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്.
അതാ മീനാക്ഷിയുടെ വഴിക്ക് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അവരെഴുതി മീനാക്ഷിക്ക് പോപ്പുലാരിറ്റി തന്നുകൊണ്ടിരിക്കുന്നു. മീനാക്ഷി എന്തായാലും അത് തന്നെ ആയിരിക്കില്ലേ എഴുതിയെന്ന് വെച്ച് മാറും. അതാ എഴുതിയെന്ന് വെച്ച് നമ്മൾ മാറാൻ നിൽക്കുന്നില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ആളുകൾക്കൊരു സുഖം തോന്നുന്നത് എഴുതുമ്പം. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് അല്ല, അത് കാര്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കൺവെൻഷണൽ തോട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരോട് അവർ കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. അതങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ അവർക്ക് എപ്പോഴും അത് എല്ലാ കാലത്തും അതങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പണ്ടത്തെ ഹിസ്റ്ററി മുതലെടുത്ത് ഇപ്പം ഫിലിം സ്റ്റാർസിൻ്റെ കാര്യത്തിലാണെങ്കിലും പണ്ടത്തെ അങ്ങനെ ഹിസ്റ്ററീസ് എടുത്ത് നോക്കിയാൽ അറിയാം, ബ്രേക്ക് ചെയ്തവരൊക്കെ ആദ്യം ഈ ഒരു സാധനം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും മുൻപേ നടക്കുന്ന ആളാണ് മീനാക്ഷി. എനിക്ക് ഇഷ്ടമാണ് മുമ്പേ നടക്കാൻ. ഫ്ലാഗ് ബെയറർ. അടിപൊളി. ഇല്ലില്ല, ഈ കാര്യത്തിൽ ഞാൻ ഫ്ലാഗ് ബെയർ ഒന്നും അല്ലല്ല. ഈ കാര്യത്തിലൊക്കെ ഇത് പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ദാറ്റ് സോ കോൾഡ് ആദ്യത്തെ നല്ല കുട്ടി എന്നുള്ളൊരു സാധനം എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതായത് മറ്റേ ഉടൻപണം ചെയ്ത് ഞാൻ മറ്റേ നല്ല ബേബി എന്നൊരു സാധനം ഉണ്ടായിരുന്നു തോന്നുന്നു. അതിന്റെ ടാഗ് വായിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ ടൈറ്റിലോ തമ്പോക്കോ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉടൻപണത്തിലെ മീനാക്ഷിയെ കണ്ടോ? ചിലവരതിന് കമന്റും ചെയ്യും, എന്താ ഉടൻപണത്തിൽ കണ്ടപ്പോൾ ഇവൾ നല്ലതായിരുന്നു. എന്താണ് ഈ നല്ലതും ചീത്തതും നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ഇപ്പം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലും എന്താണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇതാണോ ഞാൻ എന്ന് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരും ഇങ്ങനെയല്ല. ഇപ്പം ചേട്ടനെ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഒരാൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിലുള്ളവർക്കല്ല. പക്ഷേ ഐ എം സോ ഷുവർ എൻ്റെ ലൈഫിൽ ഞാൻ സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് അപ്പം അൺലെസ് അവരെൻ്റെ അടുത്ത് ഡിസ്റെസ്പെക്ട്ഫുള്ളി ആണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നത്, എന്നിട്ടും ഞാൻ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കും. പക്ഷെ എൻ്റെ ലൈക്ക് സാച്ചുറേഷൻ പോയിന്റ് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എന്തെങ്കിലും അത്രയും ഫോമായിട്ട് ഞാൻ സംസാരിക്കും, റൂഡായിട്ട് ഞാൻ സംസാരിക്കാം. അല്ലാതെ എൻ്റെ ലൈഫിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകളുടെ അടുത്ത്, അതിപ്പോൾ ഇന്നലെ ചുമ്മാ വെറുതെ വഴിയിൽ വെച്ച് പരിചയപ്പെടുന്ന ആളാണെങ്കിൽ പോലും ഞാൻ റെസ്പെക്ട്ഫുള്ളി സ്നേഹത്തിലാണ് ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രോഗ്രാമിന് പോയി വയനാട്ടിൽ. അവിടെ ചെന്നപ്പം അവിടെ ഇപ്പോൾ 2 പേര് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഞാൻ അവരായിട്ട് നല്ല കമ്പനിയായി. അവർ വയനാട്ടിൽ എന്നെ കാട്ടിൽ ഡ്രൈവിനൊക്കെ കൊണ്ടുപോയി. അപ്പം എനിക്ക് ചെന്നിട്ട് എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കണം എന്നില്ല. എനിക്ക് ഹോട്ടലിൽ കയറി. പക്ഷേ ഐ വോണ്ടഡ് ടു ബിക്കം ഫ്രണ്ട്സ് വിത്ത് ദം. ഞാൻ അങ്ങനെയാണ് പൊതുവെ എല്ലായിടത്തും. ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ച 2 മണിക്കൂറുണ്ടായിരുന്നു കോഴിക്കോട്ട് വയനാട്. ഞങ്ങൾ 2 മണിക്കൂർ മൊത്തം ഞങ്ങൾ അവരോട് 2 പേരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എല്ലായിടത്തും റെസ്പെക്ട്ഫുള്ളിയാണ് ചേട്ടാ നിൽക്കുന്നത്. എല്ലായിടത്തും ഇതായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, നന്നായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ആരുടെടുത്തും റൂഡായിട്ട് ബിഹേവ് ചെയ്യാറില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ആർക്കും അറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ ഒരു ഇത് കണ്ടിട്ട്, നമ്മളൊരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രസ്സ് കണ്ടിട്ടോ ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ വി കനോട്ട് ഹെൽപ്പ് ഇറ്റ്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ആ പിങ്ക് ഡ്രസ്സാണ്. പിങ്കും ഒരു പച്ചയ്ക്ക് നേരത്തെ വിമർശനം ഉണ്ടായിരുന്നു. അല്ല, പിങ്കിനാണ് ആദ്യം വിമർശനം. പച്ച രണ്ടാമതാണ്. ഓ, അതടിപൊളി. ഈ പച്ചയ്ക്കും പച്ചയെ ഒരു പ്രധാനപ്പെട്ട ഒരു ടീം, സദാചാര സംരക്ഷകരായ ഒരു ഓൺലൈൻ ടീം കാര്യമായിട്ട് വിമർശിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അവർ അത് വലിയ കാര്യമായിട്ട് എടുത്തു. ഇവൾക്കൊക്കെ നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിൽ. ഒരാളോ ചുമ്മാ ഒരു സുഖം. പിന്നെ ഞാൻ ആലോചിക്കും, അവരും അപ്പം എന്താ ചെയ്യുന്നത്? തമ്മിൽ ഫോട്ടോ ഇട്ട് അവരും ഇതേ കാര്യമായിട്ട് വിമർശിക്കും. ആ ഫോട്ടോ എടുക്കുന്നത് തന്നെ ഇപ്പം ഇതിനെ പറ്റിയിട്ട് വർത്താനം പറയുന്നത് പോലും ഒരുപക്ഷെ ഒരു കണ്ടന്റ് മേക്കിങ്ങിന്റെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്നവരാണ് ശരിക്കും ഈ മോശം ചെയ്യുന്നത്. മീനാക്ഷി അല്ല മോശം ചെയ്യുന്നത്, ആ ഉപയോഗിക്കുന്നവരാണ് മോശം ചെയ്യുന്നത്. അവർ എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം, ബോധ്യമുണ്ട്. ഇതിങ്ങനെ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ അവർ മീനാക്ഷിയെ മൈൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ആരാണത് ചെയ്യുന്നതെന്നുള്ളതാണ് രസം. മീനാക്ഷി അത് ഡ്രസ്സ് ഇട്ട് പോയിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ അത് മീനാക്ഷിയുടെ മാത്രം കാര്യമാണ്, മീനാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിനെ വാർത്തയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒരു കുൽസിതം കണ്ടെത്തുന്ന നമ്മളൊക്കെ തന്നെയാണ് ഇതിൻ്റെ വാർത്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിൻ്റെ തെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മീഡിയ ആണ് ഇതിൻ്റെ തെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ മീനാക്ഷി പക്ഷേ ഇത് മൈൻഡ് ചെയ്യാത്തപ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് മൈൻഡ് ചെയ്ത് വീണ് കൊടുക്കലല്ല മീനാക്ഷിയുടെ പരിപാടി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മീനാക്ഷി ബോൾഡാണ്. അതാ പറഞ്ഞത്. ഇപ്പം എനിക്ക് ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എൻ്റെ കോൺസെപ്റ്റ് ഞാൻ എന്ത് മേക്കപ്പ് ചെയ്യണം, ഹെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ചിന്ത. അല്ലാതെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട സൈഡിൽ കൂടെ ക്യാമറ വരാതെ എടുക്കും, അത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. ആ സൗന്ദര്യം അവർ ഒപ്പിക്കോട്ടെ, നാട് മുഴുവനും കണ്ടോട്ടെ. അതിൽ സൗന്ദര്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ കുഴപ്പമില്ല. അങ്ങനെയില്ല. അത് സൗന്ദര്യം ഇല്ലെങ്കിൽ അതിനത്രയും പോപ്പുലാരിറ്റി കിട്ടില്ല. അത് സൗന്ദര്യം ആയതുകൊണ്ടാണ് ആസ്വദിക്കുന്നതെന്നാണ്. സൗന്ദര്യത്തെ എനിക്ക് ഞാൻ സുന്ദരിയാ.
എനിക്കും സുന്ദരിയാ. അപ്പോൾ അങ്ങനെ തുറന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒളിച്ചിരുന്ന് കാണുന്ന ഇടങ്ങളാണ് അതൊക്കെ. എന്നിട്ട് അവർ കമന്റ് ചെയ്യും. അതൊരു ഒരു ഫ്രസ്ട്രേറ്റഡ് ഒരു രസമാണ്. അത് പോട്ടെ. എൻ്റെ അടുത്ത് ഇൻഫാക്ട് ഞാനിപ്പോൾ സിനിമ ഇപ്പോൾ പ്രേമലുവിൽ തന്നെയുള്ള കുറച്ച് പേരുടെ അടുത്താണെങ്കിലും സംസാരിച്ചപ്പോൾ അവരും എൻ്റെ അടുത്ത് പറഞ്ഞത് വിട്ട് മീനാക്ഷി മൈൻഡ് ചെയ്യേണ്ട വേറെ പണിയൊന്നുമില്ലെന്ന്. അപ്പം ഞാൻ ആലോചിക്കുക, ഇപ്പം എനിക്ക് ചേട്ടാ അതെൻ്റെ ജോലീനെ എഫക്റ്റ് ചെയ്യുന്നത് വരെ എനിക്കത് വിഷയമുള്ള കാര്യമല്ല. ഇപ്പം ഓക്കെ അതിങ്ങനെ മറ്റേ ഭയങ്കര സെൻസേഷനായി എൻ്റെ ജോലീനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കണോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന്. എനിക്ക് ജോലി തരുന്ന കുറച്ച് ആളുകൾ അപ്പുറത്തുണ്ട്. അതെൻ്റെ ജോലിയാണ്, ആ ജോലി എനിക്ക് അപ്പുറത്തുണ്ട്. അത് എനിക്ക് തരുന്നവരെന്നെ പറയണം അത് മൈൻഡ് ഉണ്ട്, അതിൽ വിഷയമില്ല, അവരാരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്തിന് ബോധേഡാവണം? എന്നെ പേഴ്സണലി അത് എഫക്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ അതിൽ ബോധേഡാവേണ്ട ആവശ്യമില്ല. എന്നെ പേഴ്സണലി അത് എഫക്റ്റ് ചെയ്യുന്നില്ല, എന്നെ അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ എനിക്കറിയാത്ത ആളുകൾ കുറച്ച് പേര് ഇരുന്ന് അവിടെ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്തിന് വെറുതെ എൻ്റെ നേരം കളയണം? അത്രേ ഉള്ളൂ. പോപ്പുലറായ പാട്ടെന്ന് പറയുന്നത് ഇത് എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല. ഒരുപാട് പ്രാവശ്യം പാടിയിട്ടുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്, എനിക്ക് നേരിൽ കേൾക്കാനുള്ളൊരു സുഖം കൊണ്ടാണ്. ടൺ ടെസ്റ്റ് പോലൊരു സാധനം ഇതിനകത്തുണ്ട്. ചില ടൺ ടെസ്റ്റൊക്കെ ഞാനും പഠിച്ചെടുക്കും, പക്ഷേ ഇത് ഞാൻ ഇതുവരെയും പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇനി ഞാൻ പഠിക്കും എന്ന് വിചാരിച്ച മീനാക്ഷി ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ വിചാരിച്ചതാ ഇത് പഠിക്കണം, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. ഇപ്പോൾ ഒന്ന് പാടി കേൾപ്പിക്കും. ഞാൻ അടുത്ത പ്രാവശ്യം മീനാക്ഷി കാണുമ്പോൾ ഞാൻ ഉറപ്പാണ്. ഐസുഖദീസു പത്തുമ്മ ഖദീസുമാ ഉന്തല്ലേ തള്ളല്ലേ പന്തൽ പൊളിഞ്ഞാടും കുടിച്ചാൻ കൊടുക്കും ഗ്ലൂക്കോസും വെള്ളം പഞ്ചല നെഞ്ച് കഞ്ചുമലായിട്ട് കെട്ടിയ പോണില്ല എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല, ആവി വന്നില്ല പുട്ടിനാവി വന്നില്ല, കുടത്തിൽ വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിന് തേങ്ങ പോരാഞ്ഞിട്ടോ, ആവി വന്നില്ല പുട്ടിനാവി വന്നില്ല, എന്നോട് കളിക്കണ്ട ഓണക്കപ്പുട്ടേ മൈസൂർ ഒരു പഴം കൂട്ടി അടിക്കും ഞാനേ, ഇങ്ങള് പുട്ടാണെങ്കിൽ ഞമ്മള് പുട്ടും കുറ്റാണേ, ഇങ്ങള് ചില്ലാണെങ്കിൽ ഞമ്മള് കുപ്പിച്ചില്ലാണേ, അയലുമ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും, അരയിലിരിക്കണ വാളിങ്ങിട്ടടിക്കും, ഞെക്ക കത്തണ വിളക്കിങ്ങിട്ടടിക്കും, നല്ലൊരു കോയിൻ്റെ മൊട്ടിങ്ങിട്ടടിക്കും, അയലുമ്മ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും, അരയിലിരിക്കണ വാളിങ്ങിട്ടടിക്കും, ഞെക്ക കത്തണ വിളക്കിങ്ങിട്ടടിക്കും, നല്ലൊരു കോയിൻ്റെ മൊട്ടിങ്ങിട്ടടിക്കും, ഞാനിപ്പോൾ പോവും പത്തുപാട വെട്ടാന്, ഇങ്ങള് പോയി മജത്തായാൽ ഞമ്മക്കാരാണ്, ഐസുഖദീസു പത്തുമ്മ ഖദീസുമാ. അടിപൊളിയാണ് കേട്ടോ. ഇന്നും കേൾക്കാൻ രസമാണ്. ചില സ്ഥലത്തൊക്കെ പാടിക്കുന്ന നല്ല പഞ്ചിലാണ് പാടിയിരിക്കുന്നത്. ഷോയിൽ പാടിക്കുന്നത് നല്ല പഞ്ചിലാണ്. ഉടൻ പണവും നായകനും അതേ പറ്റിയിട്ട് ഞാൻ പറഞ്ഞെങ്കിലും മീനാക്ഷി ഒന്നും പറഞ്ഞില്ല. അതൊരു 2 പരിപാടികളും മീനാക്ഷിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പരിപാടികളാണ്. അതിനെക്കുറിച്ച് മീനാക്ഷി അതിനെ വിലയിരുത്തുമെന്നുള്ളത്? ഇപ്പൊ നായകൻ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ആക്ടിങ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കോ ഇത് ഇങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു, ഈ ക്യാരക്ടറിൽ ഈ സാധനത്തിന് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യായിരുന്നു, ഇങ്ങനെ ചില എലമെന്റ്സ് കൊടുക്കായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. കൂടെ നിന്നവർ ഇപ്പോൾ വിൻസി ആയിക്കോട്ടെ ഡെയ്ൻ ആയിക്കോട്ടെ ഇവരുടെ പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ആയി. അവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. ഒപ്പം ലാൽജോ സാറുമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടാവുന്നില്ലേ? അതൊക്കെ ഒന്ന് പിന്നെ എന്തായാലും പക്ഷെ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അവരാരും മറ്റേ സെലിബ്രിറ്റി ചില വലിയ സ്റ്റാർസ് ആയി എന്ന് പറഞ്ഞിട്ട് അവര് ഒരിക്കലും നമ്മുടെ അടുത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്നും ഒരു ജാടായിട്ട് നിൽക്കുക അങ്ങനൊന്നുമില്ല. അവര് ഇപ്പോഴും നമ്മളായിട്ടൊക്കെ സമയം പോലെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലാൽജോ സാറിൻ്റെ അടുത്തൊക്കെ ഇപ്പോഴും നമുക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് ചോദിക്കാം, സാർ ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട് അത് ഓക്കെയാണോ, അതൊക്കെ ചോദിക്കാനുള്ള ഇപ്പോഴും ആ ഒരു ഫ്രീഡം സാർ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫ്രീഡം നമുക്ക് തരുന്നതാണ്. സാറിൻ്റെ ആ സ്പേസിലേക്ക് കടക്കാനുള്ള ഒരു ഫ്രീഡം. കാരണം അത്രയും വലിയൊരു ഡയറക്ടറുടെ സ്പേസിലേക്ക് എല്ലാവർക്കും കടക്കാൻ പറ്റില്ല. അത് പുള്ളി ലെറ്റ് ചെയ്യണം നമ്മൾ. പുള്ളി അത് ലെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഈ ഉടൻപണത്തിൽ ഒരുപാട് പേര് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ പണം മനുഷ്യന് ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ സ്റ്റോറി ആണ് അതിനകത്ത് നമ്മൾ ഒരു തരത്തിൽ അത് കമേഴ്സ്യലൈസ് ചെയ്തിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ ചിലതൊക്കെ നമ്മളെ ബാധിക്കും. നമ്മൾ അവരുടെ കഥ കേൾക്കുമ്പോൾ ഒരു ലേണിംഗ് കൂടെയാണ്. ഒരു പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരുടെ അനുഭവം കേൾക്കുമ്പോഴും കൂടും. അങ്ങനെ ഒരു അനുഭവം കൂടെ അതിനകത്ത് നിന്ന് കിട്ടിയിട്ടില്ലേ ഉടൻപണം എന്ന് പറയുന്ന ഷോ? ഉടൻപണത്തിൽ ഇപ്പം നമ്മളോട് ചിലർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് നിങ്ങൾ കരയുന്നത് അഭിനയിക്കുന്നതാണോ എന്ന്. അതിനകത്ത് എന്നിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം 3 എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ടയർഡാവും. അതിൻ്റെ ഇടയ്ക്കൊന്നും മറ്റേ അഭിനയിച്ച് കരയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇറ്റ്സ് എ റിയാലിറ്റി ഷോ. അവിടെ വരുന്ന ചില ആളുകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സങ്കടം വരും. ചിലരുടെ കഥ നമ്മൾ റിലേറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് സങ്കടം വരും. ചിലർ ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. ചിലരുടെ കഥ കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്
നമ്മളൊക്കെ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ രാജാക്കന്മാരാണ് ജീവിതത്തിൽ, നമുക്ക് പ്രശ്നങ്ങളേ ഇല്ലാന്ന് തോന്നും. അത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും. അങ്ങനെ 10 ലക്ഷം രൂപ, അതായത് അന്ന് 10 ലക്ഷമാണ് കൊടുത്തോണ്ടിരുന്നത്. സീസൺ 3rd സീസണിൽ 10 ലക്ഷം രൂപയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്തോണ്ടിരുന്നത്. 10 ലക്ഷം രൂപ കൊണ്ടുപോയൊരു കണ്ടസ്റ്റന്റ് വൈശാഖാണോ വിശാഖാണോ ഓർമ്മയില്ല, ഞങ്ങൾ അന്ന് പേര് തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ട് ആള് വന്ന് മാറ്റി തരുകയും ചെയ്തു. വൈശാഖാണെന്നോ എന്തോ പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ കൊടുത്തു. ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ ആഗ്രഹിക്കായിരുന്നു ശരിക്കും വിശാഖത്ത് കൊണ്ടുപോകണമെന്ന്. വിശാഖിൻ്റെയൊക്കെ സ്റ്റോറി നമുക്ക് ഭയങ്കര സങ്കടം വരും, അതുപോലത്തെ ഒരു സ്റ്റോറി ആയിരുന്നു. അത് നമ്മൾ ശരിക്കും മനസ്സിൽ നിന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കൊണ്ടുപോകണമെന്ന്. ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാത്ത ഒരു സ്പേസിലാണ് ഞാനിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും കോൺഷ്യസ് ആയിരുന്നില്ല ചില സമയത്തൊക്കെ. ഇൻ്റർവ്യൂർ ആണോ ആങ്കർ ആണെന്നൊക്കെ പറയുമ്പോഴൊക്കെ ആ അഹങ്കാരം ഇല്ലാതെ മര്യാദയ്ക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്നായിരുന്നു ചില സ്പേസിൽ. ആ സ്പേസിലേക്ക് നിങ്ങൾ എന്നെ കുറച്ച് സമയം സംസാരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രസമായിട്ടുണ്ട്. വർത്താനം നീട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ആൾക്കാർക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം അരമണിക്കൂർ കൂടുതൽ യൂട്യൂബ് ചാനൽ ആളുകൾ കണ്ടോണ്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും രസമായിട്ടുള്ള നിങ്ങളുടെ ഈ ചിരിയില്ലേ, ആ ചിരി അങ്ങനെ തന്നെ തുടരണം. പിന്നെ ആ റിബൽ സ്വഭാവം കുറച്ചുകൂടെ എന്താ പറയുക ഡിപ്ലോമാറ്റിക് ആയിട്ട് മാറ്റിയിട്ട് ആ റിബൽ സ്വഭാവത്തെ കൊണ്ടു നടക്കണം. റിബലായിരിക്കണം കേട്ടോ. അത് കാരണം അതെന്താന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ക്യാമറ എടാ ജനാധിപത്യം സംരക്ഷിച്ച് മുന്നോട്ട് പോടാ അളിയാ. ഓക്കെ ഡെമോക്രാറ്റിക് ആയിരിക്കണം എന്നടേ. മനസ്സിലാവും ജഗതി. ഓ സക്സസ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കേൾക്കുന്നില്ലെന്ന് പറയും. സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം ഒന്നും പോയി. അതേപോലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ. ഓക്കേടാ, താങ്ക് യു.